അപ്പോൾ നമ്മൾ ഈ പത്തനംതിട്ട ജില്ല പൊതുവിൽ പറഞ്ഞു, അതിലിപ്പം നമ്മളൊരു സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ചതായിരുന്നു ആറന്മുള. അവിടെയാണ് ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു എല്ലായിടത്തും ഫൈറ്റ് ഉണ്ട് എങ്കിൽ പോലും നിലവിലെ സിറ്റിംഗ് MLA ഒപ്പം മന്ത്രി അതേപോലെ യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും യങ് ആയിട്ടുള്ള മുഖവും അവരുടെ ഉറച്ച ശബ്ദവുമായിട്ടുള്ള ഒരാൾ വരുന്നു. അവരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി BJP നടത്തിയിരിക്കുന്നത് BJPയുടെ ഏറ്റവും സമുന്നതനായ നേതാവിനെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഇല്ലാത്ത കുമ്മനം രാജശേഖരൻ. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേനും മൂന്നിടവും ദൃഢമാണ്. തീർച്ചയായും നമുക്ക് മറ്റ് മണ്ഡലങ്ങൾ കൂടി ഒന്ന് വിശാലമായി നമ്മൾ വിശദമായി നോക്കി എന്തായാലും അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം എന്താണ് എന്ന് കൂടി നമുക്ക് അറിയാറുണ്ട്. ശ്രീരാജ് ചേരുകയാണ്. ശ്രീരാജ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ 5 മണ്ഡലങ്ങൾ ഇടതുപക്ഷം പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അങ്ങനെ നിസാരമായി കാണുന്ന ഒരു കാര്യമല്ല. എല്ലാ മണ്ഡലത്തിലും വലിയ മത്സരം നടക്കുന്നുണ്ട്. എന്താണ് പത്തനംതിട്ടയിലെ പൊതുചിത്രം? രുചീഷ സൂചിപ്പിച്ചതുപോലെ നിലവിൽ 5 മണ്ഡലങ്ങളും ഇടതുമുന്നണിയോട് ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇടതുമുന്നണിക്കുണ്ടായി. നഗരസഭകളിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലുമടക്കം വലിയ തിരിച്ചടി ഇടതുമുന്നണിക്കുണ്ടായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത്. ഇതിൻ്റെ ഒരു പ്രതിഫലനം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമോ എന്ന ആശങ്ക ഇടതുമുന്നണിക്ക് ഇവിടെയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറന്മുള മണ്ഡലം ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള മണ്ഡലം. അത് വീണ ജോർജിൻ്റെയും 3 സ്ഥാനാർത്ഥികളുടെയും വീണ ജോർജ്, അബിൻ വർക്കി, കുമ്മനം രാജശേഖരൻ ഈ 3 സ്ഥാനാർത്ഥികളും അവിടെ എത്തിയതോടെ കൂടുതൽ ടൈറ്റ് ആയിട്ടുണ്ട് അവിടുത്തെ മത്സരം എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ 2 തവണയും ആറന്മുള മണ്ഡലത്തിൽ നിന്നും വീണ ജോർജ് ജയിച്ചു വന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അവിടേക്കാണ് അബിൻ വർക്കി എത്തുന്നത്. അബിൻ വർക്കി എത്തിയപ്പോൾ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ കടുത്ത അമർഷം ഉണ്ടായിരുന്നു. പുറത്തു നിന്നൊരു സ്ഥാനാർത്ഥിയെ ആറന്മുളയിലേക്ക് കെട്ടിയിറക്കേണ്ടതില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതൊരു വലിയ പ്രതിസന്ധിയായി UDFന് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിലാണ് തർക്കമില്ലാത്തത്. കഴിഞ്ഞ തവണ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ വീണ ജോർജിന് ലഭിച്ചത് ഓർത്തഡോക്സ് സഭാംഗമായ അബിൻ വർക്കി അവിടേക്ക് എത്തുമ്പോൾ അതിലൊരു വിള്ളൽ ഉണ്ടാകുമോ എന്ന ആശങ്ക നിലവിൽ LDF ക്യാമ്പിനുണ്ട്. പക്ഷേ മറ്റുള്ള മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കോന്നി മണ്ഡലത്തിലായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു മണ്ഡലം. കോന്നിയിൽ KU ജനീഷ് കുമാർ MLAയും ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ വർദ്ധിത ഭൂരിപക്ഷത്തോടെ ജയിച്ച ഒരു മണ്ഡലമാണ്. അടൂർ പ്രകാശ് അവിടേക്ക് വരും. ആ അടൂർ പ്രകാശിലൂടെ കോന്നി മണ്ഡലം പിടിച്ചെടുക്കാമെന്ന വിലയിരുത്തലായിരുന്നു UDF ക്യാമ്പിനുണ്ടായിരുന്നത്. പക്ഷേ അടൂർ പ്രകാശ് അവിടേക്ക് എത്തുന്നില്ല. നിലവിൽ DCC പ്രസിഡന്റായിട്ടുള്ള സതീഷ് കൊച്ചുപറമ്പിലാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അവിടെ ഒരു വലിയ വിജയം ഇത്തവണയും നേടാമെന്നൊരു പ്രതീക്ഷയാണ് LDF ക്യാമ്പിനുള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം KU ജനീഷ് കുമാർ നടത്തിയ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു. തനിക്കൊരു മത്സരം പോലും അവിടെ ഫീൽ ചെയ്യുന്നില്ല എന്നായിരുന്നു KU ജനീഷ് കുമാർ പറഞ്ഞിരുന്നത്. അത് LDFന്റെ ഒരു വലിയ ആത്മവിശ്വാസം, കോന്നി മണ്ഡലം പിടിച്ചെടുക്കാമെന്ന തരത്തിലുള്ള ഒരു ആത്മവിശ്വാസമാണ് അവിടെ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മറ്റ് മണ്ഡലങ്ങളായ റാന്നിയിലും തിരുവല്ലയിലും അടൂരും അടക്കം നിലവിൽ ഇടതുമുന്നണിയോടൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ്. പഴകുളം മധുവാണ് റാന്നി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി. ശാന്തകുമാർ ആണ് അടൂർ മണ്ഡലത്തിൽ. അതുപോലെ തന്നെ തിരുവല്ല മണ്ഡലത്തിലും അതുപോലെ തന്നെ UDFന് വലിയ രീതിയിലോട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നവർ പ്രതീക്ഷിക്കുന്നു. അത്തരത്തിൽ വർഗീസ് മാവനാണ് UDFന്റെ തിരുവല്ലയിലെ സ്ഥാനാർത്ഥി. അത്തരത്തിൽ നിലവിൽ ഈ 5 മണ്ഡലങ്ങളും പിടിച്ചെടുക്കാമെന്നൊരു പ്രതീക്ഷ UDF മുന്നോട്ട് വയ്ക്കുന്നു. അതുപോലെ തന്നെ എല്ലായിടത്തും LDF പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കാരണം അവരുടെ കോട്ടയാണ്, അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ UDFനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കാര്യങ്ങൾ വരിക. അവർക്ക് ഇത്തവണ നമ്മുടെ തിരുവനന്തപുരവും കൊല്ലവും ഒക്കെ പറഞ്ഞ പോലെ പത്തനംതിട്ടയിൽ പെർഫോമൻസ് നടത്തിയേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ 2 കിട്ടേണ്ടതുണ്ട്. അല്ലെങ്കിൽ ടീം UDFന് വരാൻ പറ്റില്ല. ടീം UDFന്റെ കാര്യം നമുക്ക് ആൽവിനോട് ചോദിക്കാം. ആൽവിൻ, ഗുഡ് ഈവനിങ്. ഇപ്പം ശ്രീരാജ് പറഞ്ഞതിനെ തുടർച്ചയായി തന്നെ ചോദിക്കുകയാണെങ്കിൽ 5-ൽ 1-ഓ 2-ഓ എങ്കിലും കിട്ടണം. ഇപ്പം 2019 ശേഷം പിന്നീട് ഇങ്ങോട്ട് കോൺഗ്രസിനും UDFനും ഒന്നും അവിടെ ഒരു തരുമ്പും സ്വാധീനമില്ലാത്തതാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് 2019 KU ജനീഷ് കുമാർ ബൈ ഇലക്ഷനിൽ വിജയിച്ച ശേഷം അദ്ദേഹം പറഞ്ഞത് ഇത് കോന്നിക്കാർ അടൂർ പ്രകാശിന് കൊടുത്ത തിരിച്ചടിയാണ്. അടൂർ പ്രകാശ് എപ്പോഴും ഒരു സർ ചക്രവർത്തിയെ പോലെയാണ്. അദ്ദേഹം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു പിൻഗാമിയെ പ്രഖ്യാപിക്കുക. ഈ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ ഇവിടുത്തുകാർ ആരാണ്, അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം. അപ്പം ആ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തവണ ഈ ഇടതുകൂട്ടയായി നിൽക്കുന്ന 2019 ശേഷം മുതൽ ഇങ്ങോട്ട് ഇടതുകോട്ടയായിട്ട് നിൽക്കുന്ന ഈ പത്തനംതിട്ടയിൽ എന്തെങ്കിലും ചെയ്യാൻ കോൺഗ്രസിന് സാധിക്കുമോ? നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ആൽവിൻ കാര്യങ്ങൾ? രുചീഷ, ഗുഡ് ഈവനിങ്. സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഒരു UDFന്റെ
പ്രതിനിധി ഉണ്ടായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരാൾ പോലും അവിടെ നിന്ന് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു ജില്ല കൂടിയാണ്. അവിടെ നിന്നാണ് ഒരാളെ പോലും ജയിപ്പിക്കാൻ UDF കഴിഞ്ഞ തവണ സാധിച്ചില്ല. പക്ഷേ ഇത്തവണ അതിൽ ഒരു മാറ്റമുണ്ടാകും എന്നുള്ളതാണ് UDF പ്രതീക്ഷ. അതിൻ്റെ ഘട്ടത്തിലാണ് അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കോൺഗ്രസിൻ്റെ പട്ടിക വരുമ്പോൾ വളരെ ആലോചിച്ച് വളരെ കൃത്യമായി സാമുദായിക പരിഗണനകളൊക്കെയും പരിഗണിച്ചുകൊണ്ടാണ് ഇത്തവണ സ്ഥാനാർത്ഥികളെ അവിടെ വിന്യസിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ട പട്ടികയിൽ പേരുകൾ കുറവായിരുന്നെങ്കിൽ രണ്ടാം ഘട്ട പട്ടികയിലാണ് പത്തനംതിട്ടയിലെ മുഴുവൻ പേരുകളും ഏതാണ്ട് അനൗൺസ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ആറന്മുളയാണ്. നമുക്കറിയാവുന്നതുപോലെ വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. മന്ത്രി വീണ ജോർജിനെതിരെ അബിൻ വർക്കിയാണ് എതിരിടാൻ ഇറങ്ങിയിരുന്നത്. അബിൻ വർക്കി കഴിഞ്ഞ കുറേ കാലങ്ങളായി ആറന്മുളയിൽ അദ്ദേഹം സജീവമായി പ്രവർത്തനത്തിലുണ്ട്. ആ സീറ്റിൽ പേര് വരുമെന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് നിയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. അവിടെ അബിൻ വർക്കിക്ക് ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് അബിൻ വർക്കി. അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് വിഭാഗത്തിന് അവിടെ സീറ്റ് നൽകിക്കൊണ്ടാണ് ആറന്മുളയിൽ കോൺഗ്രസ് അബിൻ വർക്കിയെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു മണ്ഡലം പറയുന്നത് റാന്നിയാണ്. റാന്നി പറയുമ്പോൾ പഴകുളം മധുവാണ്. KPCCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം സീനിയറായിട്ടുള്ള നേതാവാണ്. KC വേണുഗോപാലിനോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന നേതാവാണ്. അവിടെ നിശ്ചയമായും മഴകുളം മധു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവിടെ ആ മണ്ഡലത്തിൽ വളരെ സജീവമായി അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പഴകുളം മധു ഒരു നായർ കാൻഡിഡേറ്റാണ്. നായർ വിഭാഗത്തിന് പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലം, ശബരിമല ഉൾപ്പെടുന്ന ഒരു മണ്ഡലം. അതുകൊണ്ട് തന്നെ നായർ വിഭാഗത്തിന് അങ്ങനെ ഒരു സീറ്റ് അവിടെ കോൺഗ്രസിൽ നിന്ന് പഴകുളം മധുവിന് നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നീട് പറയാവുന്നത് കോന്നിയാണ്. കോന്നി പറയുമ്പോൾ സതീഷ് കൊച്ചുപറമ്പിലാണ്. അദ്ദേഹം DCC പ്രസിഡന്റാണ്. അദ്ദേഹം അധ്യാപകനായി റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹം ഈഴ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. ഈഴ വിഭാഗത്തിനാണ് ഈ കോന്നി മണ്ഡലം കോൺഗ്രസ് മാറ്റിവെച്ചിട്ടുള്ളത്. അടൂർ പ്രകാശ് നേരത്തെ പല പേരുകളൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം ഇപ്പോൾ വളരെ സജീവമായി തന്നെ സതീഷ് കൊച്ചുപറമ്പിലിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പം മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് അടൂരിലെ SC മണ്ഡലമായ CV ശാന്തകുമാറാണ്. SC വിഭാഗത്തിൽ നിന്നുള്ള ശാന്തകുമാറാണ് അവിടെ മത്സരിക്കുന്നത്. CV ശാന്തകുമാർ അവിടെ പഞ്ചായത്തിലൊക്കെ അംഗമായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്തിൽ അംഗമായിരുന്നു, അരുവാപ്പുലം പഞ്ചായത്തിലെ അംഗമായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ വളരെ സജീവമായി തന്നെ അദ്ദേഹവും നിലനിൽക്കുന്ന ആളാണ്. അങ്ങനെ ജാതി സമവാക്യങ്ങൾ നോക്കിയാണ് കോൺഗ്രസ് ഈ പട്ടികകൾ കൃത്യമായി പത്തനംതിട്ടയിൽ ആളുകളെ നിയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് തിരുവല്ലയാണ്. തിരുവല്ലയിൽ മാർത്തോമ വിഭാഗത്തിനാണ് ജോസഫ് വിഭാഗം സീറ്റ് നൽകിയിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഈ പത്തനംതിട്ട മണ്ഡലം എന്ന് പറയുന്നത് ഒരു സാമുദായിക ഇക്വേഷൻ മുഴുവൻ പൂർത്തീകരിച്ചുകൊണ്ടാണ് UDF ഒരു സീറ്റ് നിർണയം നടത്തിയിട്ടുള്ളത് എന്ന് ആൽവിൻ പറഞ്ഞ പോലെ എല്ലാ സമവാക്യങ്ങളും ഒക്കെ നോക്കിയും കണ്ടും അതേപോലെ തന്നെ കോന്നിയിലൊക്കെ അടൂർ പ്രകാശ് വരുമെന്ന് പറയുന്നു, ലാസ്റ്റ് മിനിറ്റിൽ വരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എന്തെങ്കിലും പച്ച പിടിക്കാൻ കഴിയുമോ ഇത്തവണ? തീർച്ചയായും അത്തരം പ്രതീക്ഷകൾ, അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ ജാതി സമവാക്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആളുകളെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും വലിയ ആവേശം അവർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നു. ഏതെങ്കിലും തരത്തിൽ നിന്നല്ല, ഒരുപക്ഷെ സതീശൻ മുമ്പ് പറഞ്ഞിരുന്നത് മധ്യ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ UDF നേട്ടമുണ്ടാകേണ്ടത് എന്നുള്ളതാണ് പല യോഗങ്ങളിലും അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഇത്തവണ UDF നിരവധി സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു. 5 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഭൂരിഭാഗം പറഞ്ഞ പോലെ നമ്മുടെ പലപ്പോഴും നമ്മൾ പറയും അത് ഇടതുപക്ഷത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു കഴിഞ്ഞ തവണ വിജയിച്ചത്. പക്ഷേ ഇത്തവണയും എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞാൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ VD സതീശൻ പറയുന്ന പോലെ വിസ്മയമായി തീരുമോ പത്തനംതിട്ട എന്നുള്ളത് വേണം അറിയാൻ. അവിടെ ഇത്തവണ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കോൺഗ്രസിനും UDF കഴിയുമോ എന്നുള്ളത് ഇനി കാത്തിരുന്നറിയണം.